നമ്മളിപ്പോൾ നിൽക്കുന്നത് സാംസങ് ഗാലക്സി S24 സീരീസിന്റെ ലോഞ്ച് ഇവന്റിന്റെ ഏരിയയിലാണ്. ദാ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഞാൻ നേരെ അതിനകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ എന്നെ ഗാലക്സി AI വെൽക്കം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും വെൽക്കം സ്വീകരിച്ച് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. എന്തൊക്കെയാണ് പുതിയ ഗാലക്സി AI ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക്, മൊത്തം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. ഫുൾ ആയിട്ട് കണ്ടു നോക്കുക. സോ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവന്റ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് സോണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഫോണുകളും എല്ലാ കളറുകളും മോഡലുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ ടൈറ്റാനിയം ഗ്രേ എന്ന് പറയുന്ന കളർ. നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റോട് കാത്തിരുന്ന ഒരു കളറാണ്. കാണാൻ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ മാറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. എനിക്ക് കർവ്ഡ് ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടം, ബട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയതെന്നാണ് പറയുന്നത്. സോ സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ടൈറ്റാനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പുറമെ നല്ല ബിൽറ്റ് ക്വാളിറ്റിക്ക് വേണ്ടി ടൈറ്റാനിയം കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഒക്കെ ഗൊറില്ല ഗ്ലാസ് ആർമർ, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയുടെ ഭാഗത്തും കാണും. സോ മൊത്തത്തിൽ കൂടുതൽ സ്ട്രെങ്ത്തോടു കൂടി ഫ്ലാറ്റ് ഡിസ്പ്ലേ അടക്കമാണ് ഈ ഒരു ഫോൺ വരുന്നത്. വേറെ കാര്യമായ ഡിസൈൻ ചേഞ്ച് നമുക്ക് ഇതിനകത്ത് കാണാനില്ല. ഇത്തവണ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗാലക്സി AI എന്ന് പറയുന്ന സെറ്റപ്പാണ്. അതായത് ഒരുപാട് AI ഫീച്ചറുകൾ ഇതിനകത്ത് വരികയാണ്. ലൈവ് ട്രാൻസ്ലേഷൻ, നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ ആ കോളിൻ്റെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഈ ലൈവ് ട്രാൻസ്ലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ള പ്രത്യേകതയാണ്. Por supuesto. ¿Para cuántas personas? Of course. For how many people? കിടിലൻ സംഗതിയായില്ലേ? പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് സർക്കിൾ ടു സെർച്ച്. അതായത് നമ്മൾ ജസ്റ്റ് ഹോം ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യണമെന്നൊരു സംഗതി എന്താണോ അതിന് ചുമ്മാ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് അടിയിൽ താഴെ അതിൻ്റെ റിസൾട്ടുകൾ ഇങ്ങനെ വരും. ജസ്റ്റ് എന്താണെന്ന് പഠിച്ച് പോയി ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്ന ഫീച്ചറുണ്ട്. അതേപോലെ തന്നെ ചാറ്റ് അസിസ്റ്റ് പോലുള്ള സംഗതികൾ. നമ്മൾ മെസ്സേജിൽ ഇപ്പോൾ ചാറ്റ് ചെയ്യുകയാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്ക് സ്പാനിഷിലാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് അടിയിൽ എഴുതി കാണിക്കും നമുക്ക് വരുമ്പോൾ. അതേപോലെ നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷിൽ തിരിച്ച് ടൈപ്പ് ചെയ്യുന്ന നേരത്ത് അത് സ്പാനിഷിലായിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. അത് അടിപൊളിയായില്ലേ? ഇതേ സംഗതി തന്നെ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി കൂടിയുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയും പുള്ളി പറയുന്നത് ഇങ്ങോട്ട് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്യുന്ന ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. Excuse me? I'm looking for the palace. Perdón, estoy buscando el palacio. കിടിലൻ സംഗതിയായില്ലേ? പിന്നെ നോട്ടിന്റെ ഭാഗത്ത് നല്ലൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഒരു വലിയ ആർട്ടിക്കിൾ നോട്ടിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ AI-യിൽ ക്ലിക്ക് ചെയ്തിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുക്കി ആ വലിയൊരു ആർട്ടിക്കിൾ ചുരുക്കി ഖണ്ഡികയാക്കി അതിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് തരും. അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തൊരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് ഫോർമൽ ആവശ്യങ്ങൾക്കുള്ള ഒരു ലെറ്റർ പോലെ ആക്കാൻ പറയുക. നോട്ടിനകത്ത് നമുക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഈ AI സംവിധാനത്തിലൂടെ. സോ ഇങ്ങനെ ഒട്ടനവധി ഗാലക്സി AI ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അൺബോക്സിംഗ് ആൻഡ് ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയാം. എന്തായാലും പ്രധാനപ്പെട്ട AI ഫീച്ചറുകൾ ഞാൻ ഈ പറഞ്ഞതാണ്. ഇത് കൂടാതെ ഗാലറിയുടെ ഭാഗത്ത് എല്ലാ ഭാഗങ്ങളിലും AI ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം. പിന്നെ ഈ അൾട്രാ വേരിയന്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസറുമായിട്ടാണ്. സോ പെർഫോമൻസിൽ യാതൊരു ടെൻഷനും വേണ്ട. ടോപ്പ് ക്ലാസ് പെർഫോമൻസ് നമുക്ക് ഇതിൽ കിട്ടും. ആൻഡ്രോയിഡ് 14 വരുന്നത്. One UI 6.1 വരുന്നുണ്ട്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. ഡിസ്പ്ലേ 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ LTPO സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതിൽ തന്നെ 2600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഭാഗത്ത് യാതൊരു ഇഷ്യൂ ഇല്ല. ടോപ്പ് ക്വാളിറ്റിയാണ്. ക്യാമറയിൽ 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 5x ഒപ്റ്റിക്കൽ സൂം, 10x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം എന്നാണ് പറയുന്നത്. 3x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സൂമിങ്ങുകളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ സാമ്പിൾസ് ഒക്കെ അൺബോക്സിംഗ് ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അതിൽ ഞാൻ ഷെയർ ചെയ്യാം. ക്യാമറയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. 12 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ. 3 കളറിലാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ടൈറ്റാനിയം ഗ്രേ ആണ്. ഇതിന് ടൈറ്റാനിയം ബ്ലാക്ക് എന്ന കളറുണ്ട്, ടൈറ്റാനിയം വയലറ്റ് എന്ന കളറുണ്ട്. പിന്നെ അവരുടെ സൈറ്റിൽ സ്പെഷ്യൽ കളറുകൾ വേറെയും കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കണ്ടത് ഈ 3 കളർ മാത്രമാണ്. എന്തായാലും 3ഉം കുഴപ്പമില്ല, നല്ല കളറാണ്. എനിക്ക് ബ്ലാക്ക് ഒഴികെ മറ്റു 2 കളറും ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ ഇതിനകത്ത് 5000 mAh ബാറ്ററിയൊക്കെ അൾട്രാ മോഡലിലുണ്ട്. സോ ബാറ്ററി ലൈഫും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആവാൻ പോകുന്നില്ല. ഇത് അൾട്രയുടെ കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. 24+24 ഈ 2 മോഡൽ കൂടിയുണ്ട്. ഇതാണ് സാംസങ് S24 എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കോമ്പാക്ട് ഡിസൈൻ തന്നെ. ഇതിന്റെ പ്ലസ് മോഡൽ കുറച്ചും കൂടി വലുപ്പം കൂടുതൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ 2 കളർ വേരിയന്റുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക.
എന്തായാലും ഇതിനകത്ത് കാണാനൊക്കെ ഏറെക്കുറെ നമ്മുടെ പഴയ പോലെ തന്നെയാണ്. അലുമിനിയം ഫ്രെയിമാണ് നമുക്ക് ഇതിന് ഇത്തവണ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ AI ഫീച്ചറുകളും ഈ മോഡലുകളിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിഫറൻസ് ഉണ്ട് തീർച്ചയായിട്ടും, ക്യാമറയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത് എക്സിനോസ് പ്രൊസസ്സറായിട്ടാണ് ഇത് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. സംഗതി എങ്ങനെയുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ മൊത്തത്തിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ നോക്കുമ്പോൾ ഈ 3 ഫോണുകളും കൊള്ളാം, യാതൊരു വിഷയങ്ങളും ഇല്ല, സെറ്റായിട്ട് പെർഫോം ചെയ്യുന്നു. ഒക്കെ എനിക്ക് ഉപയോഗിച്ച് നോക്കിയിടത്തോളം കൊണ്ട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും വിശദമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും, ഡീറ്റെയിൽഡ് അൺബോക്സിംഗ്. അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. ഫോണുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഡീറ്റെയിൽ അൺബോക്സിംഗ് വരിക. സോ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. സോ വീണ്ടും ഒരു വീഡിയോ കാണാം.